നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ധൈര്യമായിട്ട് നിങ്ങൾ കൂടെ കൂടിക്കോ. എനിക്ക് ആകുന്നത്രയും പരമാവധി പോയിന്റ്സ് കറണ്ട് അഫെയർ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാവുന്നതാണ്. മാത്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്താൽ മതി. മാത്സ് നന്നായിട്ട് കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് പറയാകേണ്ട ഒരു ഏരിയ ഒന്നും അല്ല മാത്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാൻ, ഇപ്പോൾ 30 ദിവസം നിങ്ങൾ കണക്ക് മനസ്സിലാക്കി വെക്കുക. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, 2 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. LGS ലെവലൊക്കെ വരുമ്പോൾ LD ലെവലും ഒക്കെ നോക്കുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു ദിവസം 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുക, 30 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 30 ക്വസ്റ്റ്യൻ എന്താണ്, അപ്പോൾ ഒരു ദിവസം 2 ആകുമ്പോൾ 30 ആകുമ്പോൾ 60 ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, നമുക്ക് കൈകാര്യം ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യേ. കൽക്കരി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ എത്രയാണ്? 2ാം സ്ഥാനത്താണ് കേട്ടോ. കൽക്കരി ഉൽപാദനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ഒഡീഷയാണ്. കൽക്കരി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഒഡീഷ. ഇനി രാജ്യങ്ങൾ തമ്മിൽ എടുക്കുന്ന സമയത്ത് കൽക്കരി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. പഠിക്കണം കേട്ടോ. അതൊന്നും ചോദ്യങ്ങൾ കറണ്ട് അഫെയറിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരും കേട്ടോ. എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഏറ്റവും വലിയ കൽക്കരി പാടം പ്രീവിയസ് ചോദ്യങ്ങളാണ്, അറിയാലോ അല്ലേ? ഏതാണ് ഏറ്റവും വലിയ കൽക്കരി പാടം? ചാറിയ അല്ലേ? ചാറിയ പ്രീവിയസ് ചോദ്യമാണ്. എവിടെയാണത്? ജാർഖണ്ഡിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ചാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചാറിയ. തെറ്റിക്കാൻ പാടില്ല, ചാറിയ വലുത് കേട്ടോ. എങ്കിൽ ഏറ്റവും പഴക്കമുള്ള, എങ്കിൽ ആദ്യത്തെ എന്ന് പറയാം അല്ലേ? എങ്കിൽ ഏറ്റവും ആദ്യത്തെ കൽക്കരി പാടം അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരി പാടം എന്ന് പറയുന്നത് ഏതാണ്? റാണിഗഞ്ച് ആണ്. ഏതാണ്? റാണിഗഞ്ച്. റാണിഗഞ്ച് ഏത് സംസ്ഥാനത്തിലാണ്? റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ്. അതവിടെ പഠിച്ചു വെക്കുകയല്ലോ. ഇനി ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടക്കുന്ന ഒരു പീഠഭൂമിയുണ്ട്. അത് ഏത് പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടക്കുന്ന പീഠഭൂമി? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടക്കുന്നത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാറിയാണ്, ജാർഖണ്ഡിലാണ്. ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം റാണിഗഞ്ചാണ്, പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൽക്കരി ഖനനം നടക്കുന്ന പീഠഭൂമി ഏതാന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഇതെല്ലാം പ്രീവിയസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഏതാണ്? ബിറ്റുമിനസ് ആണ് കേട്ടോ. ഏതാണ്? ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആണ് കേട്ടോ. ഇനി അതേപോലെ ചോദിക്കാറുണ്ട് തമിഴ്നാട്ടിൽ അല്ലേ? തമിഴ്നാട്ടിലെ എവിടെയാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ അല്ലേ? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കൽക്കരി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ലിഗ്നൈറ്റ് മറക്കരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇനി തെറ്റിക്കില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? കൽക്കരി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഇനി രാജ്യങ്ങൾ തമ്മിൽ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. ഏറ്റവും വലിയ കൽക്കരി പാടം ചാറിയ ആണ്. അത് ജാർഖണ്ഡിലാണ്. ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം റാണിഗഞ്ച് ആണ്. അത് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൽക്കരി ഖനനം നടക്കുന്ന പീഠഭൂമി ഏതാന്ന് ചോദിച്ചാൽ അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഏതാന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഏത് കൽക്കരി ഇനമാണെന്ന് ചോദിച്ചാൽ ലിഗ്നൈറ്റ് ആണ്. തെറ്റിക്കോ? ഇല്ല. ഇനി നമുക്ക് നോക്കി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം നടന്നത് എവിടെയാ? അസമിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം നടന്നത് എവിടെയാണ്? അസമിലാണ്. അസമിലെ എവിടെയാണ്? ദിഗ്ബോയിലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം നടന്ന സംസ്ഥാനം അസമിലാണ്. അസമിലെ എവിടെയാണ്? ദിഗ്ബോയിലാണ്. എവിടെയാണ്? ദിഗ്ബോയിലാണ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇത് നമ്മൾ പഠിച്ചത് മുഴുവൻ ഏതാണ്? കൽക്കരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എങ്കിൽ നമുക്ക് ഇനി പെട്രോളിയം ഖനനവുമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ
ഇന്ത്യയിലെ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഏതാണ്? മുംബൈ ഹൈ. പഠിക്കണേ. നമ്മൾ കൽക്കരി കഴിഞ്ഞു. കൽക്കരി അവിടെ സെറ്റാക്കി. സെറ്റ് കൽക്കരി. ഓക്കെ. ഇനി നമ്മൾ പെട്രോളിയത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ ആണ്. ഏതാണ്? മുംബൈ ഹൈ ആണ് കേട്ടോ. പഠിക്കണേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ജാംനഗറിലാണ്. എവിടെയാണ്? ജാംനഗർ. ജാംനഗർ ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് കേട്ടോ. ഇനി പൊതുമേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? പൊതുമേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അത് കൊച്ചിൻ റിഫൈനറി ആണ് കേട്ടോ. നമ്മൾ കൊച്ചിൻ റിഫൈനറി ആണ്. ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗറിലാണ്, ഗുജറാത്തിലാണ്. ഇനി പൊതുമേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാന്ന് ചോദിച്ചാൽ അത് കൊച്ചിൻ റിഫൈനറി ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. എവിടെയാണ് മുംബൈ ഹൈ? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി തെറ്റിക്കുവോ? ഇനി അതേപോലെ തന്നെ എന്താ പറയാ, സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചു. ആരാ അങ്ങനെ വിശേഷിപ്പിച്ചത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഏത് എണ്ണപ്പാടത്തെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്? സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച എണ്ണപ്പാടം ഏതാണ്? ഗുജറാത്തിലെ അങ്കലേശ്വറിനെയാണ്. എവിടെയാണ്? ഗുജറാത്തിലെ അങ്കലേശ്വർ എണ്ണപ്പാടത്തെയാണ് ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ പെട്രോളിയം ഖനനവുമായിട്ട് പഠിക്കാം. അപ്പൊ കൽക്കരി നോക്കി, പെട്രോളിയം നോക്കി. ഒന്നും കൂടി പറഞ്ഞാലോ? പെട്രോളിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എണ്ണപ്പാടം. ഏത് സംസ്ഥാനത്താടാ? മഹാരാഷ്ട്രയിലാണ് അല്ലേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗർ ആണ്, ഗുജറാത്തിലാണ്. ഇനി പൊതുമേഖലയിലെ അതായത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല കൊച്ചിൻ റിഫൈനറി ആണ്. സമൃദ്ധിയുടെ നീരുറവ എന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു എണ്ണപ്പാടത്തെ വിശേഷിപ്പിച്ചു. ഏതിനെയാണ്? നമ്മുടെ ഗുജറാത്തിലുള്ള അങ്കലേശ്വർ എണ്ണപ്പാടത്തെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ഇനി തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മുടെ കേരളത്തിലാണ് കേട്ടോ തോറിയം എന്ന് പറയുന്നത്. തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? കേരളവും തമിഴ്നാടുമാണ്. ഏതാണ്? കേരളവും തമിഴ്നാടുമാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. നമ്മൾ ഇന്നലെയും കുറച്ച് എന്ത് ചെയ്തു? ഇന്ത്യൻ ജോഗ്രഫി ആയിട്ടാണ് നോക്കി അല്ലേ. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ജോഗ്രഫിയാണ് നോക്കി. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യും? വേറെ ഇന്നിപ്പോൾ ജോഗ്രഫിയും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ ബയോളജിയും ഹിസ്റ്ററിയും ഉൾപ്പെടുത്തും, കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ എന്ത് ചെയ്യുക? എല്ലാ മേഖലകളിലൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഓടിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തോറിയത്തിൽ വരുന്നത്? തോറിയം നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ എവിടെ? മോണോസൈറ്റിൽ നിന്നാണ് അല്ലെ. ഏതിൽ നിന്നാണ്? മോണോസൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ഇന്ത്യ നന്നായിട്ട് ഇത് പഠിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് നന്നായിട്ട് പഠിക്കണം. ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക കേട്ടോ. ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങൾ ഏതൊക്കെ സംസ്ഥാനത്തിലാണ് നമുക്ക് നോക്കാം. നറോറ ആണവ വൈദ്യുത നിലയം. നറോറ എവിടെയാണ്? നറോറ ഉത്തർപ്രദേശിലാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവ വൈദ്യുത നിലയം. ഓക്കെ ആണോ? കൂടംകുളം എവിടെയാണ്? കൂടംകുളം അത് തമിഴ്നാടിലാണ്. എവിടെയാണ്? കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടിലാണ്. കൈഗായ് എവിടെയാണ്? കർണാടകയിലാണ്. കൈഗായ് എവിടെയാണ്? കർണാടകയിലാണ്. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. താരാപൂർ എവിടെയാണ് മക്കളെ? മഹാരാഷ്ട്രയിലാണ്. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കക്രപ്പാറ ഗുജറാത്തിലാണ്. റാവത്ത് ബട്ട ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്. എല്ലാം പ്രീവിയസ് ആണ്. എല്ലാ
കൂടംകുളം PSCക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങൾ നറോറ ഉത്തർപ്രദേശിലാണ്, കൂടംകുളം തമിഴ്നാട്, കൽപ്പാക്കം തമിഴ്നാട്. കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാട്. കൈഗ കർണാടകയിലാണ്, താരാപൂർ മഹാരാഷ്ട്രയിലാണ്, കക്രപ്പാറ ഗുജറാത്തിലാണ്, റാവത്ബട്ട രാജസ്ഥാനിലാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയോ? കൽക്കരി ഖനനം, പെട്രോളിയം ഖനനം, തോറിയം, ആണവ വൈദ്യുത നിലയങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നോക്ക്, മണികരൺ ഭൗമ താപോർജ പ്ലാന്റ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റുകൾ, ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം. അതില് ഇത് എന്നും ചോദിക്കും. മണികരൺ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. മണികരൺ ഭൗമ താപോർജ പ്ലാന്റ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പുക ഭൗമ താപോർജ പ്ലാന്റ് ലഡാക്കിലാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭൗമ താപോർജ പ്ലാന്റ്. ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭൗമ താപോർജ പ്ലാന്റ് ഏതാന്ന് ചോദിച്ചാൽ പുകയാണ്. അത് ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിലാണ്. ഇനി തത്തപ്പാനി ഭൗമ താപോർജ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. 3 ഭൗമ താപോർജ പ്ലാന്റ് പഠിക്കുക. ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റില് മണികരൺ ഭൗമ താപോർജ പ്ലാന്റ് നന്നായിട്ട് പഠിക്കണം. എപ്പോഴും ചോദ്യം വരുന്നതാണ്. അത് ഹിമാചൽ പ്രദേശിലാണ്. മണികരൺ ഭൗമ താപോർജ പ്ലാന്റ്. പുക ഭൗമ താപോർജ പ്ലാന്റ് ലഡാക്കിലാണ്. എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ ഭൗമ താപോർജ പ്ലാന്റ് ആണ്. തത്തപ്പാനി ഭൗമ താപോർജ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. ഇത്രയും ഓക്കെ ആയോ? ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും നോക്കണം. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്നത്? അല്ലെ, എന്താണ്? ഇവ എന്താ ഈ പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്നത്? ഏറെക്കുറെ എന്താണ്, നമുക്ക് വീണ്ടും ഏറെക്കാലമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. അതിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതും ഉണ്ട്, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതും ഏതിലുണ്ട്? ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സിലുണ്ട്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിലും എന്തുണ്ട്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ ആണോ? അതായത് ഈ പാരമ്പര്യേതര സ്രോതസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും 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 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പാരമ്പര്യ ഊർജ സ്രോതസ് അങ്ങനെയല്ല. ഒരിക്കൽ ഉപയോഗിക്കും തോറും ഇതിന്റെ എന്താണ്? ഇത് കുറഞ്ഞു വരികയായിരിക്കും. അതാണ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പാരമ്പര്യ ഊർജ സ്രോതസ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഉപയോഗിക്കും തോറും എന്താണ്? വീണ്ടും അതിന്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത് വറ്റിത്തീർന്നു കൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ ഇത് പരിസ്ഥിതി മലിനീകരണത്തിനും എന്ത് ചെയ്യും? കാരണമാകും. നമുക്ക് ഈ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ എത്രത്തോളം പരിസ്ഥിതി മലിനീകരണമാണ് എന്നുള്ളത്. ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സില് പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതാണ് ഇത്രയും കാര്യങ്ങൾ. എത്രയാണ്? പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത, അതായത് വീണ്ടും ഇത് പറ്റില്ല ഉപയോഗിക്കാൻ. ഉണ്ടാക്കിയ സാധനം തന്നെ വീണ്ടും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അത് ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, LPG. ഇതെല്ലാം പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. അതിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതിന് ഉദാഹരണമാണ് ഇത് കൽക്കരി, പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, LPG. എന്നാൽ ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സിൽ തന്നെ എന്തുണ്ട്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതുണ്ട്. അതിൽ ഏതൊക്കെയാണ് വരിക? മറ്റേ ചാണകവരളി ഇല്ലേ, ചാണകവരളി, അതുപോലെ തന്നെ ജലവൈദ്യുതി, അതുപോലെ വിറക്. ഇതൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണവുമാണ്. മനസ്സിലായോ? പാരമ്പര്യ ഊർജ സ്രോതസ് അതായത് ഉപയോഗിക്കും തോറും ഇത് വറ്റിത്തീർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഉപയോഗം വൻതോതിൽ എന്താണ്? മലിനീകരണത്തിന് ഇടയാക്കുന്നുണ്ട്. പാരമ്പര്യ ഊർജ സ്രോതസ്സിൽ തന്നെ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതുമുണ്ട്, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതുമുണ്ട്. പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതിന് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, LPG. ഈ സാധന ഘടകങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി പറ്റുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചാണകവരളി, ജലവൈദ്യുതി, വിറക്. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്? പരിസ്ഥിതിക്ക് ദോഷമില്ല അല്ലെ. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതാണ് അല്ലെ. ഇന്ത്യയിലൊക്കെ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്
പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാല, വേലിയോർജം, ബയോഗ്യാസ്, ഭൗമതാപോർജം ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതെല്ലാം എന്താണ്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. സൗരോർജം പഠിച്ചോളണേ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം എന്തൊക്കെയാണ്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, തിരമാല, വേലിയോർജം, ബയോഗ്യാസ്, ഭൗമ താപോർജം ഇവയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണെന്ന് കണക്കാക്കാം. ഇനി കാറ്റാടിപ്പാടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇന്ത്യയിലെ കാറ്റാടിപ്പാടങ്ങൾക്ക് ഉദാഹരണം ജയ്സാൽമീറും നാഗർകോവിലും ഉണ്ട്. ജയ്സാൽമീർ കാറ്റാടിപ്പാടങ്ങൾക്ക് ഉദാഹരണമാണ്. ഏത്? ജയ്സാൽമീറും അതുപോലെ തന്നെ നാഗർകോവിലുള്ള ഏതാണ്? രാജസ്ഥാൻ എവിടെയാ? രാജസ്ഥാനിലാണ്. ഏത്? ജയ്സാൽമീർ അല്ലെ? രാജസ്ഥാനിലാണ് ജയ്സാൽമീർ. നാഗർകോവിൽ എവിടെയാ? തമിഴ്നാട്ടിലാണ് കേട്ടോ. നാഗർകോവിൽ എവിടെയാണ്? തമിഴ്നാട്ടിൽ. ഇതൊക്കെ എന്താണ്? കാറ്റാടിപ്പാടങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ജയ്സാൽമീർ രാജസ്ഥാനിലാണ്, നാഗർകോവിൽ തമിഴ്നാട്ടിലാണ്. പഠിച്ചല്ലോ. മണികരൺ ഭൗമതാപോർജ പ്ലാന്റ് എവിടെയാ? ഹിമാചൽ പ്രദേശിലാണ്. പുക എവിടെയാ? ലഡാക്കിലാണ്. തത്തപ്പനി ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൗമതാപോർജ പ്ലാന്റ് പുകയാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്താണ്? കാറ്റാടിപ്പാടങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ഓക്കെ ആയല്ലോ. ഇനി ഇവിടെ നോക്ക്, നമ്മള് അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങളൊക്കെ ഏതിൽ പഠിച്ചു? നമ്മൾ പെട്രോളിയം ഖനനം, കൽക്കരി ഖനനം, ഭൗമതാപോർജ പ്ലാന്റ്, കൽക്കരി പാടം, പാരമ്പര്യ റിസോഴ്സ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ജോഗ്രഫി ഭാഗത്തിൽ നിന്ന് നോക്കി. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് കടക്കാം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ഏതാണ്? ആറ്റമാണ് അല്ലെ? എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രയാണ് അല്ലെ? ആധുനിക അറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡാൽട്ടൺ ആണ്. 3 പ്രീവിയസ് ചോദ്യമാണ്. ഒരു പദാർത്ഥത്തിന്റെ ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? തന്മാത്ര എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്? ആറ്റമാണ് അല്ലെ? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ തന്നെ ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നത് എന്താണ്? ഒരു മൂലകത്തിന്റെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നത് ഏതാണ്? ആറ്റമാണ്. എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ഏത്? തന്മാത്ര എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ, ഇവിടെ രാസപരമായ ചെറിയ കണമാണ് ആറ്റമെങ്കിൽ ഇവിടെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര. ഇവിടെ ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ചെറിയ ഗുണമാണ് ആറ്റമെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ഏത്? തന്മാത്ര എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ തന്നെ ദ്രവ്യത്തിന്റെ അല്ലെ? എങ്ങനെയാണ്? ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ അതുപോലെ പദാർത്ഥത്തിന്റെ ഒക്കെ അടിസ്ഥാന കണം ഏതാ എന്ന് ചോദിച്ചാലും ആറ്റമാണ്. ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അടിസ്ഥാന കണം ഏതാണ്? ആറ്റമാണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്? കണാദൻ അല്ലെ? കണാദൻ. ഈ കണാദ മുനിയാണ് വൈശേഷിക സൂത്രം ആവിഷ്കരിച്ചത്. എന്താണ്? വൈശേഷിക സൂത്രം. എന്താണ്? വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ കണാദനാണ്. ആരാണ്? കണാദനാണ്. അതായത് എല്ലാ പദാർത്ഥങ്ങളും പരമാണുക്കൾ എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ഒരു ഇന്ത്യക്കാരനാണ് ആര്? കണാദൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റിന്റെ പിതാവ്. കാറ്റ് ക്ലാസിക്കൽ അറ്റോമിക് തിയറിയുടെ പിതാവാണ്. ക്ലാസിക്കൽ അറ്റോമിക് തിയറിയുടെ പിതാവ് ആരെ എന്ന് ചോദിച്ചാൽ അത് കണാദനാണ്. നിങ്ങൾ ഇവിടെ പഠിക്കണം, കാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഉണ്ട്. ഓക്കെ. എന്താണ് കാറ്റ്? ക്ലാസിക്കൽ അറ്റോമിക് തിയറി. ആരാണ്? കണാദനാണ്. കണാദനാണ്. എങ്കിൽ മാറ്റ് ഉണ്ട്, മോഡേൺ അറ്റോമിക് തിയറി. അതാരാ? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. മനസ്സിലായോ? കാറ്റ് ആരാണ്? കണാദൻ. മാറ്റ് ആരാണ്? ഡാൾട്ടൺ ട്ടോ.
മോഡേൺ അറ്റോമിക് തിയറി ആണ് മാറ്റ്. CAT എന്താ കാറ്റ്? ക്ലാസിക്കൽ അറ്റോമിക് തിയറി ആണ് കേട്ടോ. അതാണ് കാണാതെ. മനസ്സിലായോ? അവിടെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ ആറ്റത്തെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന കണമാണ് ആറ്റം. അതേപോലെ എന്താണ് ആറ്റത്തെ കുറിച്ച് വിവരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് കണാദൻ. വൈശേഷിക സൂത്രം ആവിഷ്കരിച്ചത് കണാദ മുനിയാണ്. എല്ലാ പദാർത്ഥങ്ങളും പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആര്? കണാദൻ. ക്ലാസിക്കൽ അറ്റോമിക് തിയറിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കണാദനാണ്. എങ്കിൽ മോഡേൺ അറ്റോമിക് തിയറി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡാൾട്ടൺ ആണ് അല്ലെ? ജോൺ ഡാൾട്ടൺ ആണ് അല്ലെ? ഈ ജോൺ ഡാൾട്ടൺ ഈ അറ്റോമിക സിദ്ധാന്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്താണ്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഈ അറ്റോമിക സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഒരു ഗ്രന്ഥം നോക്കണം. ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ philosophy. Okay, chemical philosophy. ഇത് ആരുടേതാണ്? ജോൺ ഡാൾട്ടന്റേതാണ് കേട്ടോ. ആധുനിക അറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റോമിക സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്മാത്ര പഠിച്ചു അല്ലെ? ഒരു പദാർത്ഥത്തിന്റെ നമുക്കൊരു കാര്യങ്ങൾ നമ്മളൊരു റിവിഷനുമാണ്. നമുക്ക് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത്, എക്സാം ഓഫ് വ്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം എന്ന് പ്രതീക്ഷയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എടുത്തെടുത്തിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറഞ്ഞത്? തന്മാത്ര എന്ന് പറഞ്ഞത് അല്ലെ? ഭൗതികപരമായ ഏറ്റവും ചെറിയ കണമാണ്. അതേപോലെ തന്നെ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ, ഇവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു മൂലകം, ഇവിടെ പദാർത്ഥം കേട്ടോ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ്. ഈ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഈ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ് അല്ലെ? ആരാണ്? അവഗാഡ്രോ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത്? JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ് അല്ലെ? അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ഏതാണ്? ഒരുപാട് പ്രാവശ്യം PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. എങ്ങനെയാണെന്നറിയോ? അതായത് ഈ വില്യം ക്രൂക്സ് ഉണ്ടല്ലോ, വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? കാഥോഡ് രശ്മികളുടെ സാന്നിധ്യം കണ്ടെത്തി. ഏതാണ്? കാഥോഡ് രശ്മി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ്. ഈ കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ പിന്തുടർന്നിട്ടാണ് JJ തോംസൺ ഈ കാഥോഡ് രശ്മികളിൽ പിന്നീട് ആക്കുന്നത്? ഇലക്ട്രോൺ എന്നതിലേക്ക് കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. അതവിടെ ശ്രദ്ധിക്കണം കേട്ടോ. വില്യം ക്രൂക്സ് ആണ് കാഥോഡ് രശ്മികൾ, നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് രശ്മികളെ കുറിച്ചിട്ട് പഠനം നടത്തുകയും കാഥോഡ് രശ്മികൾ കണ്ടുപിടിക്കുന്നതും. ഓക്കെ ആണോ? ഈ കാഥോഡ് രശ്മികളുടെ കണ്ടുപിടുത്തത്തെ തുടർന്നിട്ടാണ് പിന്നീട് ഏതിലേക്ക് എത്തുന്നത്? ഇത് പിന്നീട് ഇലക്ട്രോൺ എന്ന ഇതിലേക്ക് എത്തുന്നത്. അത് ആരെ കണ്ടെത്തി? JJ തോംസൺ ആണ് ഇലക്ട്രോൺ എന്ന, അതായത് നമുക്കറിയാം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അല്ലെ? ആ ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് JJ തോംസൺ എത്തിക്കുന്നത് ഈ കാഥോഡ് രശ്മികളുടെ പഠനത്തിലൂടെയാണ്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ചോദ്യം, ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? JJ തോംസൺ എന്ന് പറഞ്ഞു അല്ലെ? എങ്കിൽ ഈ ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ആരാ? ഈ ഇലക്ട്രോൺ എന്ന പേര്, ഇലക്ട്രോൺ ആർക്ക് അദ്ദേഹം കണ്ടെത്തി, പക്ഷെ അതിന് പേര് കൊടുക്കാൻ വേറൊരാൾ അവിടെ വന്നു. അത് ആരാ അവിടെ വന്നത് ഇലക്ട്രോൺ എന്ന പേര് കൊടുക്കാൻ? സ്റ്റോണി ആണ് അല്ലെ? ആരാണ്? സ്റ്റോണി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺ എന്ന പേര് കണ്ടെത്തുന്നത്. എങ്കിൽ ഈ ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തുന്നത് ആരാ? ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തുന്നത് മില്ലിഗൺ ആണ്. ആരാണ്? മില്ലിഗൺ ആണ്. അപ്പോൾ എത്ര ആള് വന്നു? ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ JJ തോംസൺ വന്നു. ഇലക്ട്രോൺ എന്ന പേര് കൊടുക്കാൻ അവിടെ സ്റ്റോണി വന്നു. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ ആര് വന്നു? മില്ലിഗൺ വന്നു. 3 ആള് വന്നു അവിടെ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ
ഈ ഇലക്ട്രോണിന്റെ മാസ് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് എന്നുള്ളത് പഠിക്കണം. എത്ര ഇലക്ട്രോണിന്റെ മാസ്? 9.1 ഇൻറ്റു 10⁻⁻⁻⁰ എത്രയാ? -31 kg, കിലോഗ്രാമിലാണ് കേട്ടോ. മാസ് കണക്കാക്കുമ്പോൾ എപ്പോഴും കിലോഗ്രാമിലാണ്. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. എങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാടാ? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻⁻ എത്ര വരും ഇവിടെ? എത്ര വരും? 19 ആണ് കേട്ടോ. 19 സി. എന്താ ഈ സി? കൂളോം ആണ്. എന്താണ്? കൂളോമിലാണ് ചാർജ് കണ്ടെത്തിയത്. ആരാ ചാർജ് കണ്ടെത്തിയത്? മില്ലിക്കൺ. ഇലക്ട്രോൺ എന്ന പേര് കൊടുത്തത് ആരാ? സ്റ്റോണിയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാ? ജെ തോംസൺ ആണ്. അദ്ദേഹം കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്താ? വില്യം ക്രോക്സിന്റെ കാഥോഡ് രശ്മികളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് പിന്നീട് അത് ഇലക്ട്രോണിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഈ ചാർജ് കണ്ടെത്താൻ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്താൻ ഈ മില്ലിക്കൺ ആണ് ചാർജ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു അല്ലെ. മില്ലിക്കൺ ആണ് ചാർജ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം, എണ്ണത്തുള്ളി. ഓയിൽ ഡ്രോപ്പ് എന്താണ്? എണ്ണത്തുള്ളി പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഈ ചാർജ് കണ്ടെത്തുന്നത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം. ഏറ്റവും ഭാരം കുറഞ്ഞ അറ്റോമിക കണം ട്ടോ. എന്താണ്? ഏറ്റവും ഭാരം കുറഞ്ഞ, ശ്രദ്ധിക്കണേ, ഏറ്റവും ഭാരം കുറഞ്ഞ അറ്റോമിക കണമാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത്? റൂദർഫോർഡ് ആണ് അല്ലേ. ഈ റൂദർഫോർഡ് ഇപ്പൊ നമ്മളിവിടെ ഒരു എന്ത് ചെയ്യാന്ന് പറയാ, കാണാപ്പാഠം പഠിക്കുന്നതിനായിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മളിവിടെ കാഥോഡ് രശ്മിയിലൂടെയാണ് എന്ത് ചെയ്തത്? ഇലക്ട്രോണിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണെന്നറിയോ? പോസിറ്റീവ് ചാർജുള്ള ആനോഡ് രശ്മികളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ്. ആനോഡ് രശ്മിയുടെ ചാർജ് പോസിറ്റീവ് ആണ്. ഇതിന്റെ ചാർജിലൂടെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? പ്രോട്ടോൺ എന്ന പോസിറ്റീവ് ചാർജുള്ള കണത്തിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. അത്രയോടെ അത് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഇത് കണ്ടെത്തിയത് ആരാന്നാ പറഞ്ഞത്? പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. ആറ്റത്തില് പോസിറ്റീവ് ചാർജുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ഗോൾഡ് സ്റ്റീൻ ആണ്. ഗോൾഡ് സ്റ്റീൻ ആണ് കേട്ടോ. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ വില്യം ഒന്ന് മൈൻഡ് ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വാ. ഇവിടെ കാഥോഡ് രശ്മികളുടെ സാന്നിധ്യം കണ്ടെത്തി വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞു. കാഥോഡ് രശ്മി നെഗറ്റീവ് ചാർജ് ആണ് എന്ന് പറഞ്ഞു. ഇലക്ട്രോണും ചാർജും എന്ത് തന്നെയാ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് അല്ലേ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് അല്ലേ. നെഗറ്റീവ് മനസ്സിലായോ? അങ്ങനെ ഇലക്ട്രോണിലേക്ക് എത്തി. ഇവിടെ പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ് എന്ന് പറഞ്ഞു. എങ്ങനെ കണ്ടെത്തി? ഡയറക്റ്റ് പോയി കണ്ടെത്തിയതാണോ? അല്ല. നമ്മുടെ ഗോൾഡ് സ്റ്റീൻ എന്ത് ചെയ്യാണ്? പോസിറ്റീവ് ചാർജുള്ള ആനോഡ് രശ്മികളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഒരു ആറ്റത്തിൽ അല്ലേ എന്ത് ചെയ്യുന്നത്? ആറ്റത്തില് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുകയും പിന്നെ ആ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിലൂടെയാണ് റൂദർഫോർഡ് പ്രോട്ടോണിലേക്ക് എത്തപ്പെടുന്നത്. പ്രോട്ടോൺ എന്ന കണത്തിലേക്ക് എത്തിപ്പെടുന്നത്. മനസ്സിലായോ? ഒരാളുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? തുടർച്ച കൊണ്ടുപോകുന്നത്. അവിടെ വില്യം ക്രോക്സ് ആണെങ്കിൽ ഇവിടെ ഗോൾഡ് സ്റ്റീൻ. അവിടെ കാഥോഡ് രശ്മി ആണെങ്കിൽ ഇവിടെ ആനോഡ് രശ്മി. അവിടെ കാഥോഡ് രശ്മി നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ആനോഡ് രശ്മി പോസിറ്റീവ് പ്രോട്ടോൺ ചാർജ്. ഇലക്ട്രോൺ കാഥോഡ് രശ്മി നെഗറ്റീവ് ഇലക്ട്രോൺ ചാർജ്. ഓക്കെ ആണോ? ഇനി പ്രോട്ടോണിന്റെ മാസ് എത്രയാ? പ്രോട്ടോണിന്റെ മാസ് എത്രയാ? പ്രോട്ടോണിന്റെ മാസ് 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. എങ്കിൽ ചാർജ് എത്രയാ? എങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോമാണ്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളോമാണ്. ഓക്കെ. അതേപോലെ പ്രോട്ടോണിന്റെ PSC ഇഷ്ടമുള്ളൊരു ചോദ്യമാണ് പ്രോട്ടോണിന്റെ വിശേഷണങ്ങൾ. പ്രോട്ടോണിന് നമ്മൾ എന്തൊക്കെ പറയും?
ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെ, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഫിംഗർ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. അത്രയും കാര്യങ്ങൾ അവിടെ. ഇനി നമുക്ക് ന്യൂട്രോണിലേക്ക് എത്താം. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് അല്ലെ. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. നോ ചാർജ്. ന്യൂട്രോൺ നോ ചാർജ്. ന്യൂട്രോൺ നോ ചാർജ്. ആരാ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. എങ്കിൽ ഇത് പ്രവചിച്ചത് ആരാ? ചാർജ് ഇല്ലാത്ത അറ്റോമിക കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ചാർജ് ഇല്ലാത്ത അറ്റോമിക കണമാണ് ന്യൂട്രോൺ. അത് അങ്ങനെ പ്രവചിച്ചത് ആരാ? ചാർജ് ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അവിടെ ഒന്ന് കുഴയില്ലേ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? ജെയിംസ് ചാഡ്വിക്. നമ്മളത് എപ്പോഴും പഠിക്കും. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. എന്നാൽ ന്യൂട്രോണിന് നോ ചാർജ്, അത് ആരാ പ്രവചിച്ചത്? റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ ആണോ? ഇനി ന്യൂട്രോണിന്റെ മാസ് എത്രയാ? ന്യൂട്രോണിന് ചാർജ് ഇല്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രോണിന്റെ ചാർജ് എത്ര ചോദിച്ചാൽ നോ ചാർജ്. അതുകൊണ്ട് ഈ സംഖ്യകൾ പഠിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ ന്യൂട്രോണ് എന്ന് പറയുമ്പോൾ ന്യൂട്രോണിന്റെ മാസ് എത്രയാ? 1.674 1.674 ഇൻറ്റു 10⁻27 kg. പഠിക്കില്ലേ മക്കളെ? പഠിക്കില്ലേ നിങ്ങള്? എങ്ങനെ പഠിക്കും? പ്രോട്ടോണിന്റെ മാസ് 1.672, ഇവിടെ ന്യൂട്രോണിന്റെ മാസ് 1.674. ഇവിടെ എല്ലാം സെയിം. 10⁻27, ഇവിടെയും 10⁻27. പഠിച്ചോ? പഠിച്ചു. ഇനി എന്താണ് ആറ്റത്തിന്റെ സൗരയൂഥക മാതൃക? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? പ്രീവിയസ് ചോദ്യമാണ് മക്കളെ, പഠിക്കണേ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ് അല്ലേ. ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ പറഞ്ഞത്? റൂദർഫോർഡ്. ന്യൂട്രോണിന് നോ ചാർജ്, അതാരാ പ്രവചിച്ചത്? റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് എന്താ? റൂദർഫോർഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ സൗരയൂഥ മാതൃക എന്നും പറയും, ന്യൂക്ലിയർ മാതൃക എന്നും പറയും കേട്ടോ. ന്യൂക്ലിയർ മാതൃക എന്നും പറയും. ന്യൂക്ലിയർ മാതൃക എന്നും പറയും കേട്ടോ. ഓക്കെ. അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നോക്കുക. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് ആണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് അറ്റോമിക നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് ഐസോടോപ്പ്, എന്താണ് ഐസോബാർ, എന്താണ് ഐസോട്ടോൺ, ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പൊ വെയിറ്റ്. എന്താണ് അറ്റോമിക നമ്പർ? അറ്റോമിക നമ്പറിനെ നമ്മൾ ഏത് ഇനീഷ്യൽ ഉപയോഗിക്കുക? അറ്റോമിക നമ്പർ Z ആണ് അല്ലേ. ഇതാണ് അറ്റോമിക നമ്പറിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ N കൊടുക്കാൻ പാടില്ല കേട്ടോ. N കൊടുക്കാൻ പാടില്ല. അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ അത് Z ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഏതൊക്കെ ചേർന്നതാണ് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ? പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നതാണ്. പ്രോട്ടോണും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് ഒരു ആറ്റത്തിൽ അല്ലേ. ഒരു ആറ്റത്തിൽ പ്രോട്ടോൺ ഉണ്ടാകും, ഇലക്ട്രോൺ ഉണ്ടാകും, ന്യൂട്രോൺ ഉണ്ടാകും. അതില് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ആകെ ഒരു ആറ്റത്തില് ആകെയുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് ഏത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. എങ്കിൽ മാസ് നമ്പർ ഏതാണ്? A ആണ് അല്ലേ. മാസ് നമ്പർ ഏതാണ്? സിമ്പിൾ A ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ചേർന്നതായിരിക്കാം? മാസാണ്. ആള് മാസാണ് കേട്ടോ. അപ്പൊ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ് കേട്ടോ. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ഏത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. PePn കേട്ടോ. അപ്പൊ രണ്ടിലും ആര് കോമൺ ആയിട്ടുണ്ട്? പ്രോട്ടോൺ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണെന്ന് പറയാൻ കാരണം കേട്ടോ. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ Pയും Eയുമാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നതാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ്. ഇനി തെറ്റിക്കില്ലല്ലോ. ഇനി എന്താണ് ഐസോട്ടോപ്പ്? എന്തൊരു ഇഷ്ടമെന്ന് പറയാം PSCക്ക് മേഖലകള്. ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഐസോട്ടോപ്പ് എന്താ? ഐസോട്ടോപ്പ് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഒരേ അറ്റോമിക നമ്പർ. ഇത് എക്സാം ഹാളിൽ തെറ്റാൻ പാടില്ല. ഫസ്റ്റ് ഒരേ കാര്യം മാത്രം ഇതിങ്ങനെ പഠിക്കണം. ഒരേ അറ്റോമിക നമ്പർ, മാസ് നമ്പർ. ഐസോബാർ ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക്. അങ്ങനെയല്ല, ഒറ്റ ഒന്ന് പഠിച്ചു വെക്കി. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരേ അറ്റോമിക നമ്പറും പിന്നെ എന്താണ് മാസ് നമ്പർ. അപ്പൊ അവിടെ എന്തായിരിക്കും?
എന്തായിരിക്കും? വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും അല്ലേ? ഒരേ അറ്റോമിക നമ്പറും പിന്നെ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും. വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ അത് ഐസോടോപ്പ് ആണ് കേട്ടോ. ഐസോടോപ്പ് ആണ്. തെറ്റിക്കില്ല. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും കേട്ടോ. മാസ് നമ്പർ എപ്പോഴും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലിഥിയം എടുത്തു. അറ്റോമിക നമ്പർ മാസ് നമ്പർ നമ്മൾ എപ്പോഴും എവിടെ എഴുതുക? മാസ് നമ്പർ എപ്പോഴും മേലെ ആയിരിക്കും, അറ്റോമിക നമ്പർ എപ്പോഴും താഴെയായിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ അതേ ഒരേ അറ്റോമിക നമ്പർ അല്ലേ, അപ്പോൾ താഴെ ഒരേ ഇത് വരണം. കണ്ടോ, ഇത് 3. കണ്ടോ, ഇവിടെ എന്താ വ്യത്യാസം വരാം? ഓക്കെ, ഇത് അറ്റോമിക നമ്പർ, ഇത് മാസ് നമ്പർ. അപ്പോൾ ഒരേ അറ്റോമിക നമ്പർ ഇവിടെ വ്യത്യസ്ത മാസ് നമ്പറുമായാൽ അതാണ് എന്ത്? ഐസോട്ടോപ്പ്. ഒരു മൂലകത്തിലെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ ആറ്റമാണ് എന്ത് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ ആറ്റമാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പ് ഒരേ അറ്റോമിക നമ്പർ. ഇനി ഐസോബാർ എന്താ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പഠിക്കേ. എന്താണ് ഐസോബാറിന്റെ ഓപ്പോസിറ്റ് പഠിക്കേ? ഒരേ മാസ് നമ്പർ അല്ലേ? ഒരേ മാസ് നമ്പർ. പിന്നെ അപ്പൊ എന്തായിരിക്കും ഇവിടെ? വ്യത്യസ്ത അറ്റോമിക നമ്പർ. അപ്പൊ ഐസോട്ടോം എന്താ? തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള ആറ്റങ്ങളാണ്. തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യുക? ന്യൂട്രോണുകളുടെ എണ്ണം, ഒരാറ്റത്തില് ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ കേട്ടോ. മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ് ന്യൂട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. തെറ്റിക്കാൻ പാടില്ല. അപ്പൊ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും, പ്രോട്ടോണും ന്യൂട്രോണും മാസ് ഡാ അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും മാസ് ഡാ. ഐസോടോപ്പ് എന്താ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ ടോപ്പ് മാത്രം പഠിക്കേ. അപ്പൊ നമ്മള് എന്താ പറയുക, കണക്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ എക്സാം ഹാളിൽ ടോപ്പാണോ ബാറാണോ എന്നൊക്കെ തെറ്റും. ടോപ്പ് നമ്മൾ ഈ ചുരിദാറിന്റെ ടോപ്പൊക്കെ ഇടും അല്ലേ? ചുരിദാറിന്റെ ടോപ്പൊക്കെ ഇടുമ്പോൾ ഒരുപാട് നമ്പറുള്ള ടോപ്പിക് ഉണ്ടാവും അല്ലേ? എന്താണ്? ഒരൊറ്റ നമ്പറുള്ള ഒരൊറ്റ നമ്പറിൽ ഒരു ചുരിദാർ മാത്രമാണോ? അല്ല, ഒരുപാട് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? ഈ ടോപ്പ് വെച്ചിട്ട് തന്നെ കണക്കാക്കുക കേട്ടോ. ടോപ്പ് ഒരേ അറ്റോമിക നമ്പർ. എന്താണ്? ഒരേ അറ്റോമിക നമ്പർ എന്ന് പഠിക്കുക കേട്ടോ. ഒരേ അറ്റോമിക. ഫസ്റ്റ് എന്ത് ചെയ്യുക? ടോപ്പ്. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ എന്താണെന്നറിയോ? നമ്മൾ ആദ്യം ടോപ്പാണോ പഠിച്ചത് ബാറാണോ പഠിച്ചത്? അങ്ങനെയല്ല, നമ്മൾ ടോപ്പ്. അപ്പോൾ അത് ടോപ്പ് കണക്ട് ചെയ്യുക. ഒരേ നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് ടോപ്പുകളുണ്ട്, അതിലെല്ലാം ഞാൻ ഒരേ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ആ ടോപ്പിലെല്ലാം ഇപ്പോൾ 1 എന്ന നമ്പർ ഒരു ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചോ. അടുത്ത ഒരു ചുരിദാറിന്റെ ടോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 1 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കോ, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഒരേ അറ്റോമിക നമ്പറാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വ്യത്യസ്ത മാസ് നമ്പർ. അപ്പോൾ ഇനി ഐസോ ബാർ എടുക്കുമ്പോൾ എന്തായിരിക്കണം? അതിന്റെ നേരെ തിരിച്ചു പറയണം കേട്ടോ. അതുപോലെ ഐസോട്ടോൺ എന്താ? ഒരേ തുല്യ എണ്ണം ന്യൂട്രോണുകളാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ്. അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതുപോലെ തന്നെ ഡ്യൂട്ടീരിയം, പിന്നെ ഏതാണ്? ട്രിഷ്യം കേട്ടോ. ട്രിഷ്യം 3 പ്രീവിയസ് ചോദ്യമാണ് പഠിക്കുന്നത് കേട്ടോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഓക്കെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇപ്പം ഞാൻ കറണ്ട് അഫെയർ ആണ് പറയാൻ പോകുന്നത്. ഈ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് സെറ്റ് 1 തൊട്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതൊന്നുകൂടി പോയിട്ട് നിങ്ങൾ കാണുക കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ ക്ലാസ്സും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപ്പിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ളയാണ്. 2024 NS മാധവനാണ് നേടിയത് കേട്ടോ. 2024 NS മാധവൻ, 2025 KG ശങ്കരപ്പിള്ള. ഇത് ഒരുപാട് കുറച്ച് അവാർഡുകൾ
ആളുകളാണ് പഠിക്കുന്നത്. ഒറ്റ ഇരുത്തിപ്പ് അവാർഡ് പഠിച്ചാൽ മാറി മാറി നമ്മൾ കൊടുക്കും. അവർ കറക്റ്റായിട്ട് അവാർഡ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പഠിച്ച് അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്ത ആൾക്ക് ONV പുരസ്കാരം കൊടുക്കും, ONV കൊടുത്തവർക്ക് പത്മപ്രഭ പുരസ്കാരം നമ്മൾ മാറി മാറി കൊടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 1-2 അവാർഡ് മാത്രം ഒരു ദിവസം പഠിക്കുക, പിറ്റേ ദിവസം വേറെ 2 അവാർഡ് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് റിവിഷൻ ചെയ്ത് മാറ്റുക കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2024 NS മാധവനാണ്. 2025 വയലാർ പുരസ്കാരം ആർക്കാ? 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്. 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. സന്തോഷ് കുമാറിനാണ്. 49ാമത്തെ വയലാർ പുരസ്കാരമാണ് തപോമയുടെ അച്ഛൻ കൃതി കേട്ടോ. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ് കേട്ടോ. K അരവിന്ദാക്ഷനാണ്. ഏതാണ്? ഗോപ എന്ന നോവലാണ്. ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലിനാണ് 2025 ലഭിച്ചത് കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ നിരൂപണ കൃതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ പഠിച്ചത് 25 എഴുത്തച്ഛൻ പുരസ്കാരം 25 കഴിഞ്ഞ വർഷം KG ശങ്കരപ്പിള്ളയ്ക്ക്, അതിന്റെ മുന്നിൽ NS മാധവൻ. ഓക്കെ. വയലാർ പുരസ്കാരം സന്തോഷ് കുമാറിനാണ്. 49ാമത് വയലാർ പുരസ്കാരമാണ് കൊടുത്തത് തപോമയുടെ അച്ഛൻ കേട്ടോ. തപോമയുടെ അച്ഛനാണ് കേട്ടോ. ഇനി 48ാമത്തെ വേണമെങ്കിൽ ഒന്നും കൂടി പഠിച്ചു വെച്ചോ. 2024 48ാമത് വയലാർ പുരസ്കാരം അശോകൻ ചെരുവിലാണ്. ആർക്കാണ്? അശോകൻ ചെരുവിൽ കേട്ടോ. അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിന്റെ ഏതാണ്? കാട്ടൂർ കടവ് കേട്ടോ. കാട്ടൂർ കടവ്. അതിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ പുരസ്കാരം 2024 അരവിന്ദാക്ഷൻ, 2025 EP രാജഗോപാലിന് കേട്ടോ. ഇനി 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാരാ? 2026 ഹരിവരാസന പുരസ്കാരം തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാനാണ് അദ്ദേഹം കേട്ടോ. ആരാണ്? നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസന പുരസ്കാരം. ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 2025 മലയാളം നോവൽ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് N പ്രഭാകരനാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ എപ്പോഴും മലയാളികളുടെ സാന്നിധ്യം, എപ്പോഴും ചോദ്യങ്ങൾ വരും. മായാമനുഷ്യർ. എന്താണ്? മായാമനുഷ്യർ എന്ന നോവലിനാണ് N പ്രഭാകരന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയത്. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് R വൈരമുത്തുവിനാണ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം R വൈരമുത്തു. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? രാംകുമാർ മുഖോപാധ്യായ കേട്ടോ. രാംകുമാർ മുഖോപാധ്യായ. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്നും കൂടി പഠിച്ചു വെക്കണേ. 2024 ജ്ഞാനപീഠ പുരസ്കാരം കൂടി നോക്കുക കേട്ടോ. 2024 എത്ര? 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. 2025 അപ്പൊ അത്രയാവും 60ാമത്തെ അല്ലേ? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം R വൈരമുത്തുവിനാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം രാംകുമാർ മുഖോപാധ്യായ. പഠിച്ചോ? എങ്കിൽ ഒന്നുകൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. ഇതിപ്പോ എന്തായാലും തലതിരിയും, ഉറപ്പാണ്. ഓക്കെ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? ശങ്കരപ്പിള്ള. 2024 NS മാധവൻ. മാധവനെയും ശങ്കരനെയും മാറ്റി നിർത്തിയോ എഴുത്തച്ഛൻ? മാറ്റി. വയലാർ പുരസ്കാരം നമ്മുടെ സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛനാണ്. 49ാമത് വയലാർ പുരസ്കാരമാണ്. കാരണം വയലാർ പുരസ്കാരമൊക്കെ ചോദിക്കുമ്പോൾ വർഷമല്ല ചോദിക്കുക, എത്രാമത്തെ എന്ന് ചോദിക്കും. 49 കേട്ടോ. 49 വയലാർ പുരസ്കാരം. 5ഉം 2ഉം 7, 8, 9 അല്ലേ? 2, 4, 5, 4, 9. 49ാമത്തെ പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛൻ. 48ാമത്തത് അശോകൻ ചെരുവിലെ കാട്ടൂർ കടവിനാണ്. 2025 ഓടക്കുഴൽ അവാർഡും 2024 ഓടക്കുഴൽ അവാർഡും പഠിക്കുക. കഴിഞ്ഞ വർഷം രാജഗോപാലിനാണ് കിട്ടിയത്. 2024 അരവിന്ദാക്ഷനാണ്. 24 ഹരിവരാസന പുരസ്കാരം നാഗസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനാണ്. 2025 കേന്ദ്ര സാഹിത്യ വിഭാഗം അവാർഡ് മലയാളത്തില് പ്രഭാകരനാണ്. മായാമനുഷ്യർ എന്ന നോവലിനാണ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം 2025 60ാമത് ജ്ഞാനപീഠം. വെരി ഇമ്പോർട്ടന്റ് അല്ലേ? ജ്ഞാനപീഠം R വൈരമുത്തുവിനാണ്. എന്നാൽ കഴിഞ്ഞ 25 മുമ്പ് തൊട്ട് 24 വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. രണ്ടും വായും അല്ലേ? വിനോദ് കുമാർ ശുക്ല ആൻഡ് വൈരമുത്തു. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം രാംകുമാർ മുഖോപാധ്യായ.
ഇനി 2026 പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം. ഇത് ആദ്യമായിട്ട് കൊടുത്തത് കൊണ്ട് ചോദ്യം എന്ത് ചെയ്യും, വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. 2026 പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ, ഇവിടെ ശ്രദ്ധിക്കണം, സമഗ്ര പുരസ്കാരമാണ് കേട്ടോ. മലയാറ്റൂർ ഫൗണ്ടേഷന് 2 പുരസ്കാരമുണ്ട്, സാഹിത്യ പുരസ്കാരമുണ്ട്, സമഗ്ര പുരസ്കാരവും ഉണ്ട്. അപ്പൊ ഇവിടെ 2026 മലയാറ്റൂർ പ്രഥമയാണ്, ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര പുരസ്കാരം. വാക്ക് ശ്രദ്ധിക്കണം, അരുന്ധതി റോയ്ക്കാണ് കേട്ടോ. അരുന്ധതി റോയ്ക്കാണ്, പ്രത്യേകിച്ച് അരുന്ധതി റോയുടെ ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. സമഗ്ര പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്, പഠിച്ചു വെക്കണം. അതേപോലെ സാഹിത്യ അവാർഡും ഉണ്ട് കേട്ടോ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ എന്തുണ്ട്, സാഹിത്യ പുരസ്കാരവും ഉണ്ട്. അത് സാഹിത്യ പുരസ്കാരം 2025 കിട്ടിയത് ആർക്കാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ അംബികാസുധൻ മങ്ങാടിനാണ്. ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ് 2025 മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സമഗ്ര പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്ക്. പ്രഥമ ആയതുകൊണ്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. വരും കേട്ടോ. ഇനി സ്വാതി പുരസ്കാരം ഒക്കെ മെല്ലെ മെല്ലെ കൊടുക്കും, മെല്ലെ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യ. 2021 സ്വാതി പുരസ്കാരം കുമാര കേരള വർമ്മയ്ക്കാണ്. സ്വാതി പുരസ്കാരം 2021 ലഭിച്ചത്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണനാണ്. ഇനി 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ്. മദർ മേരി കംസ് ടു മീ. ഇതൊരു നന്നായിട്ട് പഠിക്കണേ. ഇത് ആരുടെയെന്ന് ചോദിക്കും. മദർ മേരി കംസ് ടു മീ അരുന്ധതി റോയുടേതാണ്. ആ അരുന്ധതി റോയ്ക്കാണ് 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്. പിന്നെന്താ നമ്മൾ അരുന്ധതി റോയ്ക്ക് വേറൊന്നും കൂടി പഠിച്ച്, പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര പുരസ്കാരം അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്. അവരുടെ പ്രശസ്തമായതൊന്ന് ശ്രദ്ധിക്കണം, മദർ മേരി കംസ് ടു മീ. എന്താണ്? മദർ മേരി കംസ് ടു മീ, ശ്രദ്ധിക്കണം കേട്ടോ. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. നെക്സ്റ്റ് 2025 ONV സാഹിത്യ പുരസ്കാരം 2025 ONV സാഹിത്യ പുരസ്കാരം N പ്രഭാവർമ്മയ്ക്കാണ്. 2025 തകഴി പുരസ്കാരം KP സുധീരിക്കും. 2026 തകഴി പുരസ്കാരം സേതുവിനുമാണ്. അപ്പൊ ഇവിടെ ആകെ എന്തായി, മൊത്തം കുളമായി കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. നമുക്ക് അരുന്ധതി റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ നോക്കാം. പ്രഥമ മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര പുരസ്കാരം അരുന്ധതി റോയ്ക്ക്. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം അരുന്ധതി റോയ്ക്ക്. അവരുടെ പ്രശസ്തമായതാണ് മദർ മേരി കംസ് ടു മീ. അതവിടെ മാറ്റി. സ്വാതി പുരസ്കാരം നമ്മൾ പറഞ്ഞു നമുക്ക് പഠിക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ മെല്ലെ കൊടുത്താൽ മതി. 2021 കുമാര കേരള വർമ്മയ്ക്ക് കൊടുത്തു. 2021. ഓക്കെ, ഇനി 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണനാണ്. ഇനി പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനാണ്. പത്മപ്രഭ ആലങ്കോട് ലീലാകൃഷ്ണൻ. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ്. ഇനി തകഴി പുരസ്കാരം 2025 സുധീരയ്ക്കും 2026 സേതുവിനും. സായും 2025 തകഴി പുരസ്കാരം സുധീര, 2026 സേതു. നമ്മളങ്ങനെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. 2ാമത്തെ ക്ലാസ്സിലും കഴിഞ്ഞു. ഇനി നമ്മൾ വേഗം തൊട്ട് ദിവസം തന്നെ എന്ത് ചെയ്യാം, 3ാമത്തെ ക്ലാസ്സിലേക്ക് എത്താം കേട്ടോ. 3ാമത്തെ ക്ലാസ്സിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. LGS ലെവൽ 2021 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇപ്പൊ 23 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറും ഈ കാര്യങ്ങളും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അതിന്റെ കൂടെ കറണ്ട് അഫെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അത് നന്നായിട്ട് പഠിച്ചു വരിക. അതും ഇതും കൂടി ഓക്കെ ആയാൽ പ്രിലിംസ് പാസ്സാവും. ഓക്കെ, താങ്ക് യു.